തിരുവല്ലയിലെ പ്രാദേശിക നേതാവും CPIM കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറിയുമായ CC സജിമോനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി DNA പരിശോധന അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയാണ് ഇയാൾ. 2018 കേസിന് പിന്നാലെ സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് പാർട്ടിയിൽ തിരിച്ചെടുത്ത് കൂടുതൽ ചുമതലകൾ നൽകിയത് വിവാദമാവുകയും ചെയ്തു. ഇതിനിടെയാണ് വീട്ടമ്മയുടെ നഗ്ന ചിത്രം പ്രചരിപ്പിച്ചു എന്ന പരാതി ഉയർന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, നേരത്തെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും പിന്നീട് പാർട്ടി സംരക്ഷിക്കുകയും ചെയ്ത ആളാണല്ലോ ഈ പുറത്താക്കപ്പെടുന്ന CC സജിമോൻ, അല്ലേ? ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. എന്താണ് വിവരം? അതേ ഗോപികൃഷ്ണൻ, നേരത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു വലിയ കേസ് സജിമോനെതിരെ ഉണ്ടാകുന്നത്. അതൊന്ന് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ചർച്ചയാവുകയും പിന്നീട് സജിമോനെ പാർട്ടിയിൽ നിന്ന് സംഘടനാ നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ വീട്ടമ്മ 2018 ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്തെത്തുന്നത്. അത് പാർട്ടിയിലേക്കാണ് ആദ്യം ആ പരാതി നൽകുന്നത്. അതിനുശേഷം പാർട്ടി പരാതി വേണ്ട രീതിയിൽ പരിഗണിക്കാതെ വന്നതോടുകൂടി പോലീസിലും അടക്കം പരാതി കൈമാറുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ DNA പരിശോധനയിൽ ഇത് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. എന്തായാലും പാർട്ടി അന്ന് ഈ സജിമോനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് പക്ഷേ വീണ്ടും പാർട്ടിയുടെ ചുമതലകളിലേക്ക് സജിമോൻ കടന്നു വരികയായിരുന്നു. പാർട്ടി അംഗത്വത്തിലേക്ക് വന്നു. അതിനുശേഷം ബ്രാഞ്ച് സെക്രട്ടറിയായി ഐക്യകണ്ഠേനയാണ് ആ ബ്രാഞ്ച് സജിമോനെ തെരഞ്ഞെടുത്തത്. പിന്നീട് ലോക്കൽ കമ്മിറ്റി അംഗമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു വിഭാഗീയത കൂടി നിലനിൽക്കുന്നുണ്ട്. രണ്ട് പക്ഷങ്ങളുണ്ട്. സ്വാഭാവികമായി സജിമോന്റെ വിരുദ്ധ പക്ഷം ഒരു പരാതിയുമായി സംസ്ഥാന കമ്മിറ്റിക്ക് മുൻപാകെ എത്തിച്ചേരുന്നൊരു സാഹചര്യം ഉണ്ടായി. സംസ്ഥാന കമ്മിറ്റിയാണ് ഇത്തരത്തിൽ സ്വഭാവ ദൂഷ്യമുള്ള ഒരാളെ പാർട്ടി ചുമതലകളിൽ ഒരു കാരണവശാലും തുടരാൻ സമ്മതിക്കരുത് എന്നൊരു തീരുമാനമെടുത്തത്. കേന്ദ്ര കമ്മിറ്റി അംഗവും ജില്ലയുടെ ചുമതലയുമുള്ള ഡോക്ടർ TM തോമസ് ഐസക് പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ജില്ലാ കമ്മിറ്റി യോഗത്തിലുമാണ് സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ തീരുമാനം എടുത്ത ആ കമ്മിറ്റിക്ക് പുറകെ തന്നെ കുറേ ആളുകൾ, ഏതാണ്ട് 100-ലധികം ആളുകൾ സജിമോനെ പിന്തുണച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു നടപടി എടുത്തതിന് ശേഷം അതേ കേസിൽ പിന്നീട് എന്തിനാണ് നടപടിയെടുക്കുന്നത് എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. അവർ വലിയ പ്രതിഷേധമാണ്, രാജ്യഭീഷണി അടക്കം ഒരു വിഭാഗം ഈ ഒരു ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും തിരുവല്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. അതിലാണ് CPIM ജില്ലാ കമ്മിറ്റി ഒരു സുപ്രധാനമായ നടപടി എടുത്തിരിക്കുന്നത്. ഗോപി. ശ്രീജിത്ത് ശ്രീകുമാരൻ ആണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.